ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കാണുന്ന നമ്മുടെ ഷാപ്പിലൊക്കെ വെക്കുന്ന കരലുമുളക് ഇട്ട നല്ല കേര കറി വെച്ചാണ് കേട്ടോ. അപ്പോൾ തലേദിവസം ഞങ്ങൾ ചാവക്കാടൊക്കെ പോയി വന്ന് രാത്രിക്ക് ഒരു 12-1 മണിയാകുമ്പോഴാട്ടെ ഞാനിത് കുടംപുളിയൊക്കെ ഇട്ട് മിളകിട്ട് വറ്റിച്ച് വെച്ചിട്ട് അപ്പം ഇന്ന് പിറ്റേ ദിവസം പുലർച്ചെ 4-4:30 ആകുമ്പോൾ എണിച്ചിട്ട് ഞാൻ മീൻകറി ചൂടാക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ആലപ്പുഴയ്ക്ക് കൃപാസനത്തിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഹോട്ടൽ ഫുഡ് ഒരു പ്രശ്നം തന്നെയാണ്. നമ്മൾ കയറും, പക്ഷേ നമ്മൾ യാത്രകൾ നമുക്ക് കഴിക്കാണ്ട് വേറെ നിവൃത്തിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു നമുക്ക് എന്തായാലും പൊതിച്ചോറ് ഉണ്ടാക്കി പിടിക്കാം. കുണുക്കനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാട്ടോ. കുണുക്കിക്ക് പൊതിച്ചോറും കാര്യങ്ങളൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറേ ദിവസമായി കുണുക്കി പൊതിച്ചോറ് വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ മീൻകറിയൊക്കെ തലേദിവസം വെച്ചു. അതിൽ മുതിര തലേ ദിവസം 12 മണിയാകുമ്പോൾ ഞാൻ വേവിച്ച് കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ചോറും വെച്ച് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പകുതി പണി തന്നെ തലേദിവസം രാത്രി ആകുമ്പോൾ ഞാൻ തീർത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കിടന്നത്. രാവിലെ നമുക്ക് 7 മണിയാകുമ്പോൾ പോകണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഷെബി ഒരു 4:30 ആകുമ്പോൾ വന്ന് വിളിച്ചു. അങ്ങനെ ഞാനും ഏട്ടനെ എണീച്ചു മീൻകറി ചൂടാക്കുകയാണ് കേട്ടോ. അപ്പോൾ മീൻകറി വെച്ചതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. എങ്ങനെ ഉണ്ടായിരുന്നു എന്നിട്ട് മീൻകറി? ഞാൻ എങ്ങനെ ഉണ്ടെന്ന് അതിനായിട്ട് അടിപൊളിയാന്ന് പറയണതിന് കുറേ ആൾക്കാർ കമൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിക്കും പറയണത് അന്വേഷണം. പക്ഷെ ഞാൻ പറയട്ടെ, ഞാൻ കറി നല്ലതെന്ന് പറഞ്ഞാൽ അതിൻ്റെ റെസിപ്പി നിങ്ങൾക്കാര് ഞാൻ പറഞ്ഞു തരുന്നുണ്ടല്ലേ. ഒരുപാട് ആൾക്കാർ വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ അടിപൊളിയാന്ന് നമ്മുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്. ചേച്ചി പറയണ പോലെ മീൻകറി വെച്ചിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു എന്ന് പറയണുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ മീൻകറിയൊക്കെ ചൂടാക്കാൻ വെച്ചു. മീൻകറി വെച്ചത് എളുപ്പത്തിൽ നമ്മൾ തരി വെളിച്ചെണ്ണ ഒഴിച്ചു, ഉലുവ പൊട്ടിച്ചു, അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കനം കുറഞ്ഞ് അരിഞ്ഞതിട്ടു. അത് നന്നായി മൊരിഞ്ഞ് വന്നപ്പോൾ ഒരു പിടി ചുവന്നുള്ളി അരിഞ്ഞിട്ടു. അതും നന്നായി വാടി വന്നപ്പോൾ മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടു, നന്നായി മൂപ്പിച്ചു. അതിലേക്ക് കുടംപുളി ഇട്ടു, വെള്ളം ഒഴിച്ചു. നന്നായി തിളച്ച് വന്നപ്പോൾ നമ്മൾ അതിൽ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടു. ഒരു തക്കാളി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ മീൻ കഷ്ണം ഇടുന്നതിനൊപ്പം ഒരു തക്കാളി ഇട്ടു. തക്കാളി വാട്ടിയില്ല, കഷ്ണങ്ങൾ മീൻകറി തിളച്ചതിന് ശേഷം ഒരു തക്കാളി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ മീൻകറി വെച്ചത്. പിന്നെ നമ്മൾ ഈ മുതിര വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് കാച്ചാണ് കേട്ടോ. അപ്പം വെളുത്തുള്ളിയും മാത്രം കേട്ടോ ഞാൻ മുതിരപ്പേരിൽ രാവിലെ ഇടുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ പൊതിച്ചോറിൽ ഈ മുതിരപ്പേരുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും ഇല്ലെങ്കിൽ ഇവർ കഴിച്ചോളും എനിക്കറിയാം. അങ്ങനെയാണ് ഞാൻ മുതിരപ്പേര് രാവിലെ തലേദിവസം തന്നെ വേവിച്ച് വെച്ചത്. അപ്പോൾ രാവിലെ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് നമ്മൾ മുതിരപ്പേര് റെഡി. അപ്പോൾ നമ്മളിങ്ങനെ പിറ്റേ ദിവസം എങ്ങനെയും പോകണമെങ്കിൽ തലേദിവസം നമുക്ക് ചെയ്ത് വെക്കണം. ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വെക്കാം. മുതിരൊക്കെ വേവിച്ച് വെച്ച് കഴിഞ്ഞാലും കേടുവരില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ആലപ്പുഴയിൽ പോയിട്ട് വീടെത്തുമ്പോൾ 11-12 മണിയെത്തി ഞാൻ രാത്രി ഒരു ചപ്പാത്തിയും ഉപ്പേരി കൂട്ടി ഞാൻ കഴിച്ചുട്ടാ. ഉപ്പേരിക്ക് യാതൊരു കേടും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ഈ കാച്ചിയതിൻ്റെ ശേഷം നന്നായി ചൂടാക്കുന്നുണ്ടല്ലോ, അതിൽ ഉള്ള ചാറൊക്കെ ഏകദേശം നമ്മൾ വറ്റിച്ചെടുക്കുന്നുണ്ടല്ലോ. പിന്നെ ഷെബിക്ക് പിന്നെ കൂടുതൽ ഇഷ്ടം പരിപ്പുപ്പേരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു കുറച്ച് പരിപ്പുപ്പേരി പൊന്നൂനും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ പൊതിച്ചോറിലേക്ക് ഭയങ്കര ടേസ്റ്റാണ് ഈ പരിപ്പിൻ്റെ ഉപ്പേരിയും. പൊതിച്ചോറിലേക്ക് നല്ല എല്ലാ കറികളും ഈ പൊതിച്ചോറിലേക്ക് ചേരിലേക്ക് നല്ല ഈ അവിയൽ, ബീട്രൂട്ട് ഉപ്പേരി അതൊന്നും എനിക്ക് അത്രയ്ക്കാണ് ഇഷ്ടമില്ല കേട്ടോ പൊതിച്ചോറിന്. പിന്നെയും ബീട്രൂട്ട് ഉപ്പേരി കുഴപ്പമില്ല, അവിയലൊന്നും തീരലാണ് കേട്ടോ, ചേരില്ല എന്നാണ് ഞങ്ങളുടെ ടേസ്റ്റാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇങ്ങനെയൊരു ടേസ്റ്റിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം. കടലുപ്പേരി, പയറുപ്പേരി ഇതൊക്കെ ഇതിലേക്ക് ചേരും കേട്ടോ. അങ്ങനെ നമ്മൾ ചമ്മന്തിക്ക് ഞാൻ എന്നോട് പറഞ്ഞു കുറച്ച് നാളികേരം ചെരുകേരാനായിട്ട് നമുക്ക് നാളികേരം ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒരു പിടി നാളികേരം, കുറച്ച് ചുവന്നുള്ളി, പച്ചമുളക്, പുളി, ഉപ്പ്, കറിവേപ്പില കേട്ടോ. ഇതാണ് ഞാൻ ചമ്മന്തിയിൽ ഇടുന്നത്. ചില വശങ്ങളിലൊക്കെ ഇഞ്ചിയുടെ, ഇപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ ചോറ് കഴിയുമ്പോൾ ഇഞ്ചി, പക്ഷേ ചമ്മന്തിക്ക് ഇഞ്ചിയുടെ ഫ്ലേവർ വേറൊരു ടേസ്റ്റ് അല്ലേ. അത് നമുക്ക് ഇഞ്ചി ഇഷ്ടമാണ്. നമുക്ക് തൃശ്ശൂർക്കാർക്ക് എല്ലാവരും ഇടുമെന്ന് അറിയില്ല, ഞങ്ങളിടില്ല കേട്ടോ. പക്ഷേ ഇടണവർ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കി നോക്കട്ടെ, ഇതിന് വേറൊരു ടേസ്റ്റാണ്. അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. അങ്ങനെ പലർക്കും പല തരത്തിലാണല്ലോ വെക്കുക. അങ്ങനെ പിന്നെ മീൻ മസാല പറ്റി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കൊഞ്ചുണ്ട്, ഒരു 5-10 കൊഞ്ച്, പിന്നെ കുറച്ച് മീനും മസാല പറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അപ്പുറത്തടുപ്പത്ത് ഞാൻ വറക്കിട്ടു. അപ്പോൾ ചമ്മന്തിക്ക് നമ്മൾ ബാക്കിയെല്ലാം ശരിയാക്കി ഇതേ കുറച്ച് പുളി ഇട്ടു കേട്ടോ. മാങ്ങ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മാങ്ങ കേട്ടോ. അപ്പോൾ മാങ്ങ ഇല്ലാത്തതാണ് ഞാൻ പുളി ഇട്ടു. പിന്നെ നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പിട്ടു. പിന്നെ നാളികേരത്തിൽ അരയ്ക്കുമ്പോൾ വെള്ളം ഒന്നും ഒഴിക്കണില്ല കേട്ടോ. മിക്സിയുടെ ജാറിലിട്ടു ഒന്ന് ചതച്ചെടുക്കണമല്ലോ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പൊതിച്ചോറിൽ ഇങ്ങനെ പരട്ടി കഴിക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ്. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ നമ്മുടെ ചമ്മന്തി ഓക്കെയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ പറഞ്ഞു തരുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു, നിങ്ങളൊരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കിയാണ് പൊതിഞ്ഞ് വെച്ച് നോക്ക്, ടേസ്റ്റ് അറിയാലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ.
അപ്പോഴേക്കും നമ്മുടെ മുതിര ഏകദേശം ചാറൊക്കെ വറ്റി സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത് വരെ നമ്മുടെ ഇത് വേറൊരു പ്ലേറ്റിലാക്കിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ മേശയുടെ പുറത്ത് ഫാനൊക്കെ ഇട്ടിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ ചട്ടി തന്നെ നന്നായി കഴുകി. ഇപ്പോൾ നമ്മൾ ഈ ചട്ടി മയങ്ങി സെറ്റായിട്ട് ഉപ്പേരി കാച്ചാനൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഓയിൽ വെച്ചു. ഞാൻ മുതിര കാച്ചുമ്പോൾ കുറച്ച് ഓയിൽ കൂടി, അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഓയിൽ തന്നെ ഒഴിച്ചത് കേട്ടോ. നമുക്ക് ഈ ഉള്ളി വാടാനുള്ള അത്ര വെളിച്ചെണ്ണ നമ്മൾ ഓയിലല്ല വെളിച്ചെണ്ണ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, കൂടുതലൊന്നും യൂസ് ചെയ്യണില്ല കേട്ടോ. അങ്ങനെ നമ്മളതേ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കറിവേപ്പില ചതച്ചിട്ട് നമ്മുടെ തൃശ്ശൂർകാരുടെ മെയിനാണ് കേട്ടോ പരിപ്പ് കുത്തി കാച്ചിയത് എന്നാണ്. നമ്മുടെ തൃശ്ശൂർ, ഞാൻ വേറെ എല്ലാ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയാം, പക്ഷെ നമ്മുടെ തൃശ്ശൂർക്കാർക്ക് ഒരു രാത്രിയൊക്കെ ഒരു കറി ഇല്ലെങ്കിൽ ഈ പരിപ്പ് കുത്തി കാച്ച ഒരു ഉണക്കമീനുണ്ടെങ്കിൽ വയ നിറയെ ചോറിനാന്ന് പറയുക. അങ്ങനെ നമ്മൾ കുറച്ച് കുത്തിയ മുളകും ഒരു നുള്ള് മുളകും പൊടി ഇട്ടു കേട്ടോ. എന്നിട്ട് നന്നായി അത് മൂത്ത് വരണം കേട്ടോ. അതായത് ഇത് നല്ല മസാല മൂത്തതിന് ശേഷം ഇടാൻ പാടില്ല. ഈ മുളകും പൊടിയുടെയും കുത്തിയ മുളകിൻ്റെയും ഈ ചുവന്നുള്ളിയുടെയും ഇഞ്ചിയുടെ ഒക്കെ സ്മെല്ല് പോകണം, എന്നാലാണ് ഈ കുത്തി കാച്ചതിന് ടേസ്റ്റ് വരുള്ളൂ. അങ്ങനെ ഏകദേശം അതൊക്കെ നല്ല ബ്രൗൺ കളറായപ്പോൾ നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു തുണ്ട് മഞ്ഞപ്പൊടി ഇടണമെങ്കിൽ ഇടാൻ, ഞാൻ ഇട്ടിട്ടില്ല. ഒരു തരി ഉപ്പിട്ടിട്ട് വേവിച്ചു. അതിട്ട് ഒന്ന് വറ്റിച്ചപ്പോൾ നമ്മളതും ഒരു പാത്രത്തിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ മീൻ വറുത്തതൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ അടുത്ത പരിപാടി എന്താ, പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഫുഡൊക്കെ ഉണ്ടാക്കി നമ്മുടെ അടുക്കളയിൽ പാത്രം മോറാന്നാണ് അത്യാവശ്യം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാണ്, പക്ഷേ എനിക്കുള്ള ഫുഡൊന്നും റെഡി ആയിട്ടില്ല. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ചപ്പാത്തി കഴിക്കാറുണ്ട്. ഒരു ചപ്പാത്തി ഞാൻ മേടിച്ചാൽ, പക്ഷേ എന്നാലും അവർ അവിടെ ഓയിലൊക്കെ ചേർക്കുമല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകുമ്പോൾ നമുക്കത് സമാധാനമായിട്ട് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു നമുക്ക് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ആയില്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം പാത്രം മൂറി നമ്മുടെ പാചകമൊക്കെ കഴുകി ക്ലീനാക്കി ഇട്ടതിൻ്റെ ശേഷം നമുക്ക് നോക്കാൻ വെച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു അരമണിക്കൂറൊക്കെ പിടിച്ചോളൂ കേട്ടോ. നമുക്കിതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ മീൻ കറി മുതിരൊക്കെ വേവിച്ചെല്ലാം സെറ്റാക്കിയാണ് നമുക്ക് പെട്ടെന്ന്. പിന്നെ ഫീസറിൽ ഞാൻ മീൻ മസാല പറ്റി വെച്ചെങ്കിലും അത് ഐസായില്ല. എന്താ വെച്ചാൽ ഞങ്ങളത് ഫീസറിൽ മസാലയൊക്കെ പറ്റി വയ്ക്കുമ്പോൾ 1 മണി 1:30 ആയിട്ടുണ്ട്. പിന്നെ 2, 3, 4 മണിയാകുമ്പോൾ കഴിഞ്ഞ് നമ്മളിതൊക്കെ വറക്കല്ലേ 4:30 ആകുമ്പോൾ. അപ്പോൾ അത് കട്ടാവാതെ എനിക്ക് വറക്കാൻ എളുപ്പമായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മസാലയൊക്കെ പറ്റി വെച്ച് കഴിഞ്ഞാൽ ഐസ് വിടാൻ കുറേ നേരം പിടിക്കും, പക്ഷേ ഞങ്ങൾക്ക് അത്ര നേരമൊന്നും പിടിച്ചില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പാചകമൊക്കെ നന്നായി സോപ്പിട്ട് കഴുകി വെള്ളമൊക്കെ ക്ലീനാക്കി നന്നായി തുടച്ച് സെറ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ പരത്താൻ ഈ പാചകമാണ് ഇഷ്ടം കേട്ടോ. അടുക്കള ചെറുതായിക്കാൻ നമുക്ക് ഒരുപാട് സ്പേസ് ഒന്നുമില്ല. അപ്പോൾ ഉള്ളൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് നമുക്ക് ചപ്പാത്തി കുഴക്കലും പരത്തലും ഒക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മളിത് ചപ്പാത്തിയുടെ മാവൊക്കെ കൊടുന്ന് ഞാൻ കുഴച്ച് സെറ്റ് ചെയ്തു. നമ്മൾ ഈ കുഴയ്ക്കുമ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ഒരു 2 ടീസ്പൂണോളം ഒലിവ് ഓയിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. വേറെ വെളിച്ചെണ്ണ ഓയിലൊന്നും വേറെ ചേർക്കില്ല. ഈ 2 ടീസ്പൂൺ ഓയിൽ കുഴക്കലൊക്കെ കഴിഞ്ഞ് ചപ്പാത്തി പച്ചവെള്ളത്തിൽ കുഴച്ചതിന് ശേഷം പച്ചവെള്ളം ഉപ്പ് മാത്രമാണ് കുഴയ്ക്കാൻ യൂസ് ചെയ്യുന്നത്. കുഴച്ച് വന്നതിന് ശേഷം നമ്മളൊരു 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ. പിന്നെ നമ്മളിത് ഗോതമ്പ് പൊടിയിൽ തന്നെയാണ് കേട്ടോ. മൈദയിൽ പരത്താം, പക്ഷേ ഞാനിനി നമ്മൾ ഈ ഡയറ്റും കാര്യമ്പോൾ മൈദ അത്ര നല്ലതല്ലല്ലോ വെച്ചിട്ട് നമ്മൾ ആ ഗോതമ്പ് പൊടിയിൽ തന്നെയാണ് ഇട്ട് പരത്തണം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ മൈദയിലാണ് പരത്തിയെടുക്കാറ്. ഇപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് തന്നെയാണ് ഞാൻ പരത്തിയെടുക്കുന്നത് കേട്ടോ. അങ്ങനെയൊക്കെ ഒന്നൊരു 10-18 ചപ്പാത്തിയോളം ഞാൻ വേഗം കുഴക്കിനും പരത്തിനും ചൂടിലൊക്കെ ആയിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തു കേട്ടോ. എന്താ വെച്ചാൽ വേറെ ആരുമില്ല. അതിനായിട്ട് അപ്പുറത്ത് എനിക്കുള്ള ഫ്രൂട്ട്സ് സലാഡിനുള്ള ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെ നന്നാക്കട്ടെ. എന്താ വെച്ചാൽ നമ്മൾ രാവിലെ പോയാൽ രാത്രി എന്തായാലും 1 മണി 11-12 മണിയാകുമ്പോൾ എത്താൻ നമുക്കറിയാം. ഈ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എത്താൻ കുറച്ച് നേരം. അപ്പോൾ നമ്മൾ ഈ ഹോട്ടലിൽ നിന്നുള്ള ഫുഡ് പരമാവധി ഒഴിവാക്കുക എന്നുള്ള ഒരൊറ്റ പ്ലാനിങ്ങിലാണ് കേട്ടോ. അല്ലാത്ത സമയത്ത് കഴിക്കണം, അല്ലാത്ത പെട്ടെന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോകും, അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് എപ്പോഴും നമുക്കിത് പ്രാക്ടിക്കലാവാറില്ല. പെട്ടെന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോകുന്നത്. ഇതാണെങ്കിൽ വീട്ടിലെ ഫുഡ് കൊണ്ടുപോകുന്ന ദിവസം ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര വിശപ്പ് കൂടുതലാട്ടോ, അതും പറയാലോ അല്ലേ. സൂപ്പറായിട്ട് കഴിക്കാൻ തോന്നുമല്ലോ. കുണുക്കിക്ക് പൊതിച്ചോറ് 2 പൊതിയിലെ ചോറ് കുണുക്കി തന്നെയാണ് കഴിച്ചിരിക്കുന്നത് കേട്ടോ. അവർക്ക് കുണുക്കിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അധികം എരിവൊന്നും ചേർക്കില്ല കേട്ടോ. അപ്പോൾ അവർക്ക് എല്ലാം കറി കൂട്ടി കഴിക്കാനും സുഖമാണല്ലോ. അങ്ങനെ നമ്മൾ ചപ്പാത്തി ചുടുമ്പോൾ ഞാൻ ചപ്പാത്തി ചുടുമ്പോൾ ഈ വെന്ത് കഴിഞ്ഞാൽ ഒരു തരി ഓയിൽ ഞാൻ അതിൻ്റെ മുകളിൽ പരറ്റാറുണ്ട് കേട്ടോ, ഒരു സോഫ്റ്റിന് വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ ഈ ഡയറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓയിലും കാര്യങ്ങളൊന്നും ചേർക്കണേ, ഇങ്ങനെ ചുട്ട് ഇങ്ങനെ എടുത്തിടാം കേട്ടോ. പിന്നെ ഞാനൊരു ഫോയിൽ പേപ്പറിൽ അത് പൊതിഞ്ഞ് പിടിച്ചുട്ടാ. അങ്ങനെ രാത്രി ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് നമ്മൾ കഴിച്ചല്ലേ രാത്രി ഒരു പക്ഷെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. സോഫ്റ്റായിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഒരു ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞ് ഇലയിലും ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞ് ഞാൻ സെറ്റ് ചെയ്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രി 11 മണിക്ക് വന്നിട്ട് വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ കൈ പിടിച്ചു. നമുക്ക് അങ്ങനെ കഴിക്കേണ്ടി വന്നാലും പ്ലേറ്റും കുറച്ച് മീൻ കറിയും ചപ്പാത്തിയും കൂടി കൈ പിടിച്ചു. പക്ഷേ വീടെത്തിയിട്ട് കഴിക്കാമെന്നുള്ളൊരു പ്ലാനിങ് കഴിച്ചിട്ട് എന്താ വെച്ചാൽ അപ്പോഴേക്കും ഉണ്ണോട് ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങി.
പിന്നെ വഴിയിൽ നിർത്തി കഴിക്കാൻ നിന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ചപ്പാത്തിയും ഏകദേശം നമ്മുടെ ചുട്ടുകൾ കഴിയാറായിട്ടാ. ആരെങ്കിലും ഒരാൾ ചുട്ടെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കഴിയും. പക്ഷേ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. അതിനായിട്ട് അപ്പുറത്ത് പണിയിലായിരുന്നു. പിള്ളേരുകളൊന്നും എണിച്ചിട്ടില്ല കേട്ടോ. ഷെബി ഞങ്ങളെന്നെ വിളിച്ചിട്ട് പോയി. പിന്നെ കണ്ടത് 7 മണിക്കല്ലേ. ഷെബി ഉറങ്ങിയില്ല, അവിടെ പോയിരുന്നു. പിള്ളേരൊന്നും എണിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ പൊതിച്ചോറിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത സാധനം മുട്ട ഓംപ്ലേറ്റ്. അപ്പോൾ ഞാൻ ഒരുപാട് മുട്ടയൊന്നും വെച്ചിട്ടുണ്ടാക്കിയില്ല. ഒരു 2 കോഴിമുട്ട കൊണ്ട് ഒരു ഓംപ്ലേറ്റ് ഉണ്ടാക്കി പിടിച്ചു വിട്ടാൽ ഒരു പൊതിച്ചോറിൻ്റെ ഒരു മണത്തിന് അത്ര തന്നെ വേണ്ടിയുള്ളൂ. എന്താ വെച്ചാൽ ഇത്രയൊക്കെ ആകുമ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ ചിലവാവില്ല. അപ്പോൾ ഈ പൊതിച്ചോറിൽ മുട്ട ഓംപ്ലേറ്റും കൂടി ഉണ്ടെങ്കിൽ ആ പൊതിച്ചോ തുറക്കുമ്പോഴല്ലോ ഭയങ്കര ഒരു പറയുമ്പോൾ എല്ലാവരും വായിൽ വെള്ളം ഉണ്ടാവില്ല. ഒരു പ്രത്യേക സ്മെല്ല് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തന്നെ എൻ്റെ മെയിൻ പോയിൻറ്റ്. അതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയാലാണ് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. പലരും പല തരത്തിലാണ് പൊതിച്ചോറ് ഉണ്ടാക്കുക. അപ്പം ഞാൻ എൻ്റെ രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് ഞാനൊരു 2 ചപ്പാത്തി ഇപ്പോൾ മാറ്റി വെച്ചിട്ട്, വേറെ ഒന്നുമല്ല, എനിക്ക് പാത്രത്തിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഉച്ചത്തെ ഫുഡായിട്ട് 2 ചപ്പാത്തി എനിക്ക് വേണ്ടി എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. പിന്നെ എനിക്കുള്ള 2 ചപ്പാത്തി ആ മുട്ട ഓംപ്ലേറ്റ് ഞാൻ അതിലിട്ടിട്ടുണ്ട് കേട്ടോ. ഒലിവ് ഓയിൽ തന്നെയാണ് ഞാൻ മുട്ട ഓംപ്ലേറ്റും ഉണ്ടാക്കിയത് കേട്ടോ. അങ്ങനെ നമ്മൾ ബാക്കി അപ്പോൾ ഈ ചപ്പാത്തി ഉണ്ടാക്കിയതിൻ്റെ പാത്രവും പിന്നെ മുട്ട ഓംപ്ലേറ്റിൻ്റെ പാത്രമൊക്കെ ആയിട്ട് 3-4 പാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കയ്യോടെ അത് കഴുകി വയ്ക്കട്ടോ, അല്ലെങ്കിൽ പിന്നെ അടുക്കള കാണാൻ പറ്റില്ല, അറിയാമല്ലോ, അത്രയും ഇതാവും. അപ്പോൾ പരമാവധി എല്ലാം പണികൾ കഴിച്ച് പോയി കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ അടുക്കള ക്ലീനായിട്ട് കിടക്കില്ല. അതുകൊണ്ടാണ് കേട്ടോ എല്ലാം കഴിച്ച് വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. എല്ലാം പണികളും കഴിച്ച് വെച്ച് പൊതിച്ചോറ് പൊതിയാൻ വേണ്ടിയിട്ടെല്ലാം ഞാൻ മേശയമ കൊണ്ട് സെറ്റ് ചെയ്തിട്ടാ. അപ്പോൾ അതിനായിട്ട് പറഞ്ഞു ഒന്ന് വെളിച്ചം വന്നിട്ട് ഞാൻ പോയിട്ട് എല്ലാം മുറിച്ചിട്ട് വരാമെന്ന് കേട്ടോ. എന്താ വെച്ചാൽ ഞങ്ങൾ 5-5:30 ആകുമ്പോഴേക്കും പണികൾ ഏകദേശം കഴിഞ്ഞു. പക്ഷേ ഒരു 6 മണിയായപ്പോൾ 6 മണിയായിട്ട് വെളിച്ചം വന്നില്ല അല്ലേ. 6:45 അതിൻ്റെ വെളിച്ചം വരുമ്പോൾ. പക്ഷേ നമ്മൾ ഇല മുറിക്കുമ്പോഴേ പാമ്പ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ലല്ലോ. അങ്ങനെ ഇലയൊക്കെ മുറിച്ച് കൊടുന്നു. ഇലയൊക്കെ വാട്ടിയാലും പേപ്പറൊക്കെ വെച്ചിട്ടായി ചോറിങ്ങനെ പൊതിയാട്ടാ. സത്യം പറയല്ലോ, നമ്മൾ എത്ര കഴിച്ചാലും അടുക്കാത്തൊരു സാധനം കേട്ടോ ഈ പൊതിച്ചോറ്. അത് നമ്മൾ ഏത് പ്രായക്കാർക്കാരും എന്തൊക്കെ ഉണ്ടെങ്കിലും ഈ പൊതിച്ചോറിനോടുള്ളൊരു ഇഷ്ടമല്ലേ, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടമാകുന്നു അല്ലേ. നമുക്കിപ്പോൾ അതിനായിട്ട് ഇവിടുന്ന് ഗൾഫിൽ പോകുമ്പോൾ ഞാൻ ഇതുപോലെ പൊതിച്ചോറ് പൊതിഞ്ഞിട്ടുണ്ട് ഞാൻ കൊടുത്തേക്കാറ്. പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുത്തേക്ക് ഇതുവരെ ചപ്പാത്തി രാത്രിക്കൊക്കെ ചപ്പാത്തി ഞാൻ ഉണ്ടാക്കി കൊടുത്തേക്കാറുണ്ട് കേട്ടോ. അതിനായിട്ട് ഗൾഫിൽ പോകുമ്പോൾ അതിനായിട്ട് ഒരു ഗൾഫിലേക്ക് പൊതിച്ചോറ് കൊണ്ടുപോകുന്ന ആൾ ഞാൻ അവരെയാണ്. അന്നത്തെ കാലത്ത് ഞാൻ ഇതുവരെ ഉണ്ടാക്കി അതിനായിട്ട് കൊടുത്തേക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ ഈ പൊതിച്ചോറ്, ആദ്യത്തെ പൊതിച്ചോറ് ഞാൻ പൊന്നിന് ഷെബിക്ക് അവർക്ക് അതിൽ കുറച്ച് കൂടുതലിട്ട് എന്താ വെച്ചാൽ എല്ലാ പ്രാവശ്യം പൊന്നു ഷെബിക്ക് ഇട്ട് കൊടുക്കുക ചെയ്യാറ്. അപ്പോൾ അവർക്ക് കുറച്ച് കൂടുതലായിട്ട്, പക്ഷേ എല്ലാ പ്രാവശ്യം എനിക്ക് കുറവായിരുന്നു ആക്കിയത്. എന്താ വെച്ചാൽ ചിലപ്പോൾ നമ്മൾ യാത്ര അധികം കഴിച്ചില്ല വെച്ചാൽ എല്ലാം കുറേശ്ശെ ആക്കിയിട്ട്, അല്ലെങ്കിൽ 3 പൊതിയാറുള്ളൂ. ഇപ്രാവശ്യം ഞാൻ പൊതികൾ കൂടുതലാക്കി ചോറ് കുറവിട്ടിട്ട് അങ്ങനെ ചെയ്തോളൂ. അല്ലെങ്കിൽ 3 പൊതിയിൽ ഒരുപാട് ചോറിടും. 2 ആൾക്കാർ 3 ആൾക്കാർ വെച്ചിട്ട് കഴിക്കാട്ടോ. അങ്ങനെ നമ്മളിത് അടുത്ത പൊതി അനുവേട്ടന് വേണ്ടിയിട്ടാട്ടോ. അനുവേട്ടനും കുണുക്കിനും കൂടി ഒരുമിച്ച് കഴിക്കില്ല വെച്ചിട്ട് അനുവേട്ടന് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ ഒരു പൊതി ഇതാക്കുന്നത്. ഈ ഇല ഓൾറെഡി വാട്ടിയിട്ടാണ് കിട്ടിയിട്ട്, ഞങ്ങൾക്ക് വാട്ടേണ്ടി വന്നില്ല. അച്ഛൻ വാഴയുടെ ചോടെ തീയിട്ടപ്പോൾ വാടിയിട്ടുണ്ടായിരുന്നു അല്ലേ. അങ്ങനെ പണി എളുപ്പമായിരുന്നു അല്ലേ ചേട്ടാ. എന്തായാലും അല്ല വാട്ടല്ല വേണ്ടോ, അത്ര വേണ്ടു. ഇതാണ് ശരിക്കും ഈ ഇലയ്ക്കാണ് സ്മെല്ല് ഉണ്ടാവുക. അടുപ്പത്ത് വാട്ടി വരുന്നതിന് പ്രത്യേക സ്മെല്ല് കൂടുമല്ലോ. അങ്ങനെ ഇലകൾ, ഈ ചപ്പ് ചവറ ഇലകൾ ഉണ്ടല്ലോ, അത് ചോറിട്ടിട്ട് കത്തിച്ചപ്പോൾ ഉണ്ടായതാട്ടാ. അപ്പോൾ ഇതേ കുറച്ച് ചമ്മന്തി, കുറച്ച് പരിപ്പൂത്തി വെച്ചത്, കുറച്ച് മുതിരപ്പേരി, നാരങ്ങച്ചാറ്, പിന്നെ കേര മുളകിട്ട കറിട്ടോ. അത് നല്ല ടേസ്റ്റുള്ള മീനായിരുന്നു. എനിക്ക് തോന്നുന്നു ചാവക്കാട് പോയിട്ട് മീൻ മേടിക്കാൻ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വശത്തുള്ളവർക്കൊക്കെ അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ആദ്യം ഞാൻ വെച്ചത് കൊഞ്ച് വറുത്തതും, പിന്നെ 2 കേര കഷ്ണം, പിന്നെ ഇതൊരു കുഞ്ഞ മുട്ട ഓംപ്ലേറ്റ് ഇടാം. എന്താ വെച്ചാൽ എല്ലാ ഇലയിലേക്കും മുട്ട ഓംപ്ലേറ്റ് എത്തിക്കേണ്ടത്, 2 കോഴിമുട്ടയിലേ ഉള്ളൂ. അങ്ങനെ ഒരു ഇല നമ്മൾ പൊതിഞ്ഞ് സെറ്റ് ചെയ്തു. ഞാൻ കുഞ്ഞനോ അന്വേട്ടനും കുണുക്കനോ അന്വേട്ടനും കുണിക്കോ അങ്ങനെ 2 ആൾക്ക് കഴിക്കാനുള്ള നിലയ്ക്കാണ് പൊതിയുന്നത് കേട്ടോ. പിന്നെ അടുത്ത പൊതി ഇതുപോലെ കുണുക്കനോ കുണിക്ക് 2 ആൾക്ക് ഒരുമിച്ച് കഴിക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് ഇതാക്കിയത്. ശരിക്കും എനിക്ക് തോന്നുന്നു 1 മണിയാകുമ്പോൾ ഒരു പൊതിന്ന് കുണുക്കി ഫുള്ളും കഴിച്ചു. പിന്നെ ഇവർ 5 മണിക്ക് കഴിക്കുമ്പോഴും കഴിച്ചു അല്ലേ, ഇവരേന്ന് ഷെയർ ചെയ്തു. അങ്ങനെ ഒരു തരി പോലും ബാക്കി വന്നില്ല കേട്ടോ. ഈ കൊണ്ടുപോയി എനിക്ക് തോന്നുന്നു എത്ര പൊതി കൊണ്ടുപോയിൻ്റെ വയനാട് നമ്മൾ 6 പൊതി കൊണ്ടുപോയില്ലേ. 6 1 2 3 4 5 പൊതി കൊണ്ടുപോയത് കേട്ടോ. 5 പൊതി ഫുള്ളും ചിലവായിട്ടാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, ഇത് പൊതിയണ അവസ്ഥയും ഇത് ഇവിടെ വണ്ടിയിൽ നിന്ന് തിന്നണമെന്നും കണ്ടിരിക്കണം. എൻ്റെ ഒരു അവസ്ഥ ആലോചിക്കാൻ കേട്ടാ. ഞാൻ
കൊറേ നിർബന്ധിച്ചു ഒരു ഉരുള കഴിക്കും. എന്നിട്ട് ഒരു ഉരുള അനിയേട്ടൻ നിന്ന് മേടിച്ച് കഴിച്ചോട്ടെ. എന്താ വെച്ചാൽ അനിയേട്ടൻ കുണിക്ക് ആരും സമയമില്ലാകുമ്പോൾ ഒരു ഉരുള ഷേബി എല്ലാവരും ചീത്താണ്. ഞാൻ ഒരു ഉരുള വേണം, ഒരു ഉരുള അനിയേട്ടൻ ഫ്രണ്ട് സീറ്റിൽ നിന്ന് കഴിക്കുമ്പോൾ ഒരു ഉരുള ബാക്കിൽ നിന്ന് എനിക്ക് ഒരു ഉരുള കയ്യിലായിരുന്നു, അത് കഴിച്ചോട്ടാ. ഞാൻ വേണ്ടെന്ന് പറഞ്ഞ പറഞ്ഞു. പിന്നെ ഇവർക്ക് ആകെ വിഷമമായി തുടങ്ങി. നീ ഇതൊക്കെ ഉണ്ടാക്കി പൊതിഞ്ഞിട്ട് നിനക്ക് കഴിക്കാൻ പറ്റാണ്ട് നീ എന്തിനാ ഇങ്ങനെ തരി കഴിക്കും. ഇവർക്ക് നിർബന്ധിക്കാനും വയ്യ, എന്താ വെച്ചാൽ അസുഖം കാരണമല്ലേ. അല്ലാണ്ട് നമ്മൾ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് തടി കുറയ്ക്കുകയാണെങ്കിൽ നിർബന്ധിക്കും. ഇവര് സമ്മതിക്കില്ല, മക്കളായാലും അച്ഛനായാലും സമ്മതിക്കില്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇവരോട് പറയുമ്പോൾ ഞാൻ പറയും മോനെ അമ്മയുടെ അസുഖം മാറാൻ വേണ്ടിയിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അവർക്ക് പിന്നെ ഒന്നും പറയില്ല, അങ്ങനെ അവരൊന്നും പറയില്ല കേട്ടോ. പരമാവധി എല്ലാവരും കഴിക്കുന്നൊക്കെ നിർബന്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ഫുഡ് ഞാൻ കുഴപ്പമില്ലാണ്ട് 2 ചപ്പാത്തി വെച്ചു. അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ 1 ചപ്പാത്തി കഴിക്കാമല്ലോ കേട്ടോ. പിന്നെ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ മണിക്കൂർ കണക്ക് വേറെ ഭക്ഷണമൊന്നും ഇല്ലല്ലോ. അപ്പോൾ 2 ചപ്പാത്തി, കുറച്ച് മുതിരപ്പേരി, കുറച്ച് പരിപ്പ് കറി, പിന്നെ ഈ മീൻ നമ്മൾ ചുട്ടെടുത്ത കേട്ടോ. ഓയിലൊന്നും കാരണം ഒന്നും ഇല്ലാണ്ട് ചുട്ടെടുത്താണ്. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചുട്ടെടുത്ത മീനാണ്, വറുത്തതല്ല. അങ്ങനെ കുറച്ച് മീൻ കറി ചേർന്ന് കൂടി വെച്ചോട്ടെ. എന്താ വെച്ചാൽ ഇവർ മീൻ വറുത്ത് വയ്ക്കുമ്പോൾ എനിക്കും ആഗ്രഹമായിരിക്കും. ഞാൻ പറഞ്ഞിട്ടാണ് ഈ പ്രാവശ്യം കേര മേടിച്ചത് തന്നെ അല്ലേ. അപ്പോൾ ഇതേ ഫ്രൂട്ട് സലാഡ് ഉണ്ട്, പിന്നെ രാവിലേക്ക് കഴിക്കാൻ ഓവർനൈറ്റ് ഓട്സ് കുതിർത്തിയതൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ ചേച്ചിയുടെ മോണ്ടായിരുന്നു, അവൻ ഇറക്കിയതിൻ്റെ ശേഷം ഞങ്ങൾ എറണാകുളത്ത് എത്തി. അവിടെ ഇവർക്ക് ചായ കുടിക്കാൻ വേണ്ടി നിർത്തി. അപ്പോൾ ഇവർ പറഞ്ഞു 11 മണി സമയമൊക്കെ ആയില്ല, ഇനി നമുക്ക് ഓരോ ചായയും വല്ല സ്നാക്സും പോലെ കഴിക്കാം. ഇനിയിപ്പോൾ നെയ്റോസ്റ്റ് മസാല ദോശ കഴിക്കാണ്ട് നമുക്ക് ചോറെല്ലാം ഇരിക്കണമെന്നാണ്. അപ്പോൾ ഞാൻ കുണക്ക അമ്മയുടെ ഫുഡ് പുറത്തുണ്ട് പറഞ്ഞു. അപ്പോൾ അവൻ ഫ്രൂട്ട് സലാഡ് ആദ്യം എടുത്തത് കേട്ടോ. അപ്പോൾ 2 ഡപ്പയിൽ ഫ്രൂട്ട് സലാഡ് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ എനിക്കും പിന്നെ അവർക്ക് എല്ലാവർക്കും വേണ്ടേ, അവർക്കും എല്ലാവർക്കും ഇഷ്ടമാണ് ഇത്. കുണിക്കും കാർത്തിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓവർനൈറ്റ് ഓട്സ് ഞാൻ കുറച്ച് കൂടുതൽ കുതിർത്തിനായത് പൊന്നു വന്നിട്ടുണ്ട്. അമ്മ കുറച്ച് കൂടുതൽ ഇട്ടോ, എനിക്ക് കഴിക്കാൻ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനേട്ടൻ പറഞ്ഞു എനിക്കും വേണം കേട്ടോ. അങ്ങനെ കുണുക്കം കഴിക്കുന്നുണ്ട്, അതിനേട്ടൻ കഴിച്ചു, കാർത്തു കഴിച്ചു, കുണിക്ക് കഴിച്ചു, എല്ലാവരും കഴിച്ചു കേട്ടോ. അവിടെ നല്ല ടേസ്റ്റാട്ടോ. ഇന്നലത്തെ ഇത്ര ദിവസം ഞാൻ ടേസ്റ്റ് പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നു നല്ല ആപ്പിള കിട്ടിയത്, നല്ല മധുരമുള്ള നട്ട്സും. കാരണം അല്ല ആപ്പിള് നമുക്ക് ഇത്ര നല്ലത് കിട്ടാലോ, വെള്ളം ചോദിക്കണ പോലത്തെ ഒരു ടേസ്റ്റില്ല. പക്ഷേ ഇന്നലത്തെ നല്ല ആപ്പിളായിക്കാൻ തോന്നുന്നു, കുറച്ച് മധുരമൊക്കെ ഉള്ള കാരണം നമുക്ക് ഓവർനൈറ്റ് ഓട്സ് കഴിക്കുമ്പോൾ ഒരു മട്ടിപ്പില്ലാണ്ട് അങ്ങനെ ഇരുന്ന് കഴിച്ചു കൂട്ടാ. അപ്പോൾ രാവിലെ ഞാൻ ഇതാണ് കഴിച്ചത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ യാത്ര തുടർന്നു. ആലപ്പുഴ എത്താറായപ്പോൾ ഞങ്ങൾ പമ്പിൽ അവിടെ നിർത്തി. പിള്ളേരെല്ലാവരും മൂത്രം കഴിക്കുമ്പോൾ കുണിക്ക് ഒരു പൊതി ചോറ് എടുത്തു, അവർ കഴിച്ചു കൂട്ടാ. അപ്പോൾ ഞാൻ പറഞ്ഞു അന്നേട്ടൻ അപ്പോൾ അന്നേട്ടൻ പറഞ്ഞോട്ടെ നീ കഴിച്ചോ, നീ രാവിലെ ഇതെല്ലാം കഴിച്ചു. ഇവർ പിന്നെ ചായയും അങ്ങനെ പത്തിരിയും കള്ളപ്പൊക്കെ ആയിട്ട് കഴിച്ചതല്ലേ, നീ അത് കഴിച്ചു പറഞ്ഞു. അപ്പം ഞാൻ പറയാൻ കഴിക്കുക, എനിക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ ഭക്ഷണം വളരെ കുറവ് കഴിക്കണതിന് ഭയങ്കര ക്ഷീണവും തളർച്ചയൊക്കെ ഓൾറെഡി ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു വീട്ടിലാണെങ്കിൽ 1 ചപ്പാത്തി കഴിക്കുള്ളൂ. ഈ യാത്രയിൽ നമ്മൾ പിന്നെ കൃപാസനത്തിൽ കയറി മണിക്കൂർ കണക്ക് അവിടെ നിൽക്കുമ്പോൾ ശരിക്കും നമുക്ക് തിരക്കും ചൂടും കാരണം അപ്പോൾ ഭക്ഷണം കൂടി ഇല്ലാണ്ട് അപ്പോൾ തളർച്ചയാവും. അപ്പം ഞാൻ 2 ചപ്പാത്തിയും ആ മീൻ കഷ്ണമൊന്നും ഫുള്ളും കഴിക്കാൻ പറ്റിയില്ല. കറി വെച്ചത് ഫുള്ള് കഴിച്ചു, വറുത്തത് പിന്നെ അതിൽ തന്നെ വെച്ചു കേട്ടോ. പിന്നെ ആ മുതിരപ്പേരും എല്ലാം കൂടി അപ്പോൾ കഴിക്കാൻ പറ്റിയില്ല. പിന്നെ അപ്പോഴേക്ക് പോവാണ്ട് വണ്ടി എടുത്തിട്ട് അപ്പോൾ ഈ കൈ കേൾക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മൾ നനഞ്ഞ ടിഷ്യൂം കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടൊക്കെ കൈ ക്ലീനാക്കി ഒരു 5-8 ഇതൊക്കെ ക്ലീനാക്കിയില്ല. പിന്നെ അവിടെ എത്തിയതിന് ശേഷം കൈ കഴുകാമെന്ന് പറഞ്ഞു കേട്ടോ. നമ്മൾ പിന്നെ അവിടെ നിൽക്കുന്നൊരു 5 മിനിറ്റ് യാത്ര ഉള്ളൂ അല്ലേ ഈ പെട്രോൾ പമ്പിൽ നിന്ന് നമ്മുടെ കൃപാസനത്തിലേക്ക് ഒരു 5 മിനിറ്റ് യാത്ര ഉള്ളൂ. അപ്പോൾ ഷേബി കുറച്ച് നേരം ഒന്ന് 10 മിനിറ്റ് കിടക്കട്ടെ കിടന്നു കേട്ടോ. രാവിലെ 4:30 ഞാൻ പെട്ടെന്നൊരു ഉറക്ക ക്ഷീണം വന്നു. അപ്പോൾ ഞാൻ ഉറങ്ങിക്കോ എന്നിട്ട് നമുക്ക് പോകാൻ കേട്ടോ. പക്ഷേ ഇവർക്ക് അനുവേട്ടനും ഷെബിക്കും കൃപാസനത്തിന് പുതുക്കുന്ന സമയമുണ്ട്, അപ്പോൾ അത് പുതുക്കും വേണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ കൃപാസനത്തിലെത്തി, മാതാവിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ എത്തി. അവിടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ അങ്ങനെ ഒരു നേരം അതൊന്നും ഇട്ടാക്കും. ഒന്നുകൂടി അപ്പോൾ ഇത് നമ്മളെ വീട് കണ്ടറിയാലോ, നമ്മുടെ ചാനൽ കാണുമ്പോൾ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമ്മളുടെ പൊന്നിൻ്റെ വീട്ടിലാണ്, വേറെ ഒന്നുമില്ല. ഞങ്ങൾ രാവിലെ 2 സ്ഥലത്തേക്ക് പോകാനങ്ങ് പോയി. അങ്ങനെ നേരെ പൊന്നിൻ്റെ അവിടെ വന്നിട്ട് പൊന്നിൻ്റെ അവിടെ വന്നിട്ട് ഞങ്ങൾ എല്ലാവരും വന്ന പാട് ഓരോ ഉറക്കം ഉറങ്ങി. ഇന്നലെ എന്താ വെച്ചാൽ നമ്മളെ പൊതിച്ചോറ് എടുക്കുന്ന വീട്ടിൽ ഞാനും നേടുന്നു ഷെബി 4:30 അപേക്ഷിച്ചല്ലേ. കിടന്നത് 2 മണിക്ക്, ഉറങ്ങിയത് ഒരു 2:30 ആയിട്ട് ഉറങ്ങുമ്പോൾ പിന്നെ ഞങ്ങൾ 4 മണിക്ക് വെച്ചു. അങ്ങനെ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കിയാണ് നേരെ ആലപ്പുഴ പോയി. പിന്നെ ഇന്നലെ ആലപ്പുഴയിൽ നിന്ന് എത്തുമ്പോൾ 11:30 വന്ന് ഫുഡൊക്കെ കഴിച്ച് കിടക്കുമ്പോൾ ഇതേപോലെ സമയമായെങ്കിലും പൊന്നൂന്
കുണിക്കന് കുണിക്ക് ഭയങ്കര ചുമയും കാര്യങ്ങളായി കാരണം ഇന്നലെ ഉറക്കം അവിടെയും പോയി. ഇവിടെ അന്ന് പൊന്നു വന്നു, ഞാൻ കിടക്കാം അമ്മയും കിടന്നതെന്ന് പറഞ്ഞു. പൊന്നോടെ കിടക്കണു, ഇപ്പുറത്ത് ഞാൻ കിടന്നു, അപ്പുറത്ത് അന്യാണ്ട് കിടക്കണുണ്ട്. പിന്നെ ഇവിടെ എന്താ സംഭവിച്ചത്? എല്ലാവരും നല്ല ഉറക്കം, ക്ഷീണ. 3 കുട്ടി പട്ടാളം ഉറങ്ങിണ്ടായിരുന്നു. കാർത്തുമ്പോ ഇപ്പൊ ഉറങ്ങി. ഷെബിക്ക് ഉറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഇടയിൽ ഇങ്ങനെ അവനിങ്ങനെ എനിക്ക് തോന്നി എനിക്ക് കിടക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കുണിക്കും കാർത്തുൻ്റെ അടുത്ത് ആരും 3 ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞു വേറെ ചെറിയ റൂമിനുള്ളിൽ ഇന്ന് കളിച്ചാണ്. അവർക്ക് പൊന്നീശ്വരി വീടല്ലേ, പൊന്നീശ്വരി വീട് എന്ന് പറഞ്ഞാൽ അവർക്ക് കുറെ നാളത്തെ ആഗ്രഹമാണ് ഇവിടെ വന്ന് നിക്കണം. അപ്പൊ നിന്നിട്ടില്ല. പിന്നെ ഇപ്പൊ നിന്ന് പക്ഷെ എന്തുട്ടാ ഫ്രൈഡ് ചിക്കൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് കിട്ടാം, നമുക്ക് 4 പീസ് മതി. എന്താ വെച്ചാൽ പൊന്നിന് ഇഷ്ടമില്ല, എനിക്കിഷ്ടം. പിന്നെ എനിക്കിഷ്ടം ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കിപ്പോ എൻ്റെ മണൊക്കെ എടുത്താൽ തിന്നണമെന്നുണ്ട്. പക്ഷെ എനിക്ക് തിന്നാൻ പറ്റില്ല. പൊന്നിനെ എനിക്ക് ഇഷ്ടമില്ല, വലിയ ഇഷ്ടമില്ല. അപ്പൊ ഞാൻ കാര്യപ്പ് വേണ്ടാന്ന് ഷെബി 4 പറഞ്ഞു. ഷെബിക്കാണെങ്കിൽ ഉച്ചക്ക് 6 ഫുഡ് കഴിച്ചിരുന്ന മാംഗോ ബാക്കിൽ ഞാൻ വിത്തൗട്ട് കാപ്പി ഒരു പെന്നെ ഞാൻ കഴിച്ചത്. ഇവരെല്ലാവരും ഓരോ റോഡ് കയറി വെച്ചു. പെന്നെ കഴിക്കാൻ പാടില്ല. എന്നാലും ഞാൻ പിന്നെ ബുദ്ധിമുട്ടില്ല. ഒരു പെന്നെ ഏറെ വിശക്കണമുണ്ട്. ഒന്നും രാവിലെ കഴിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങളൊരു എത്ര മണി കഴിക്കുമ്പോ അത് 1:30ക്കാണ് ഞാൻ അത് കഴിച്ചത്. പിന്നെ ഒന്നും കഴിച്ചിട്ടൊന്നും. പിന്നെ അതിന് വന്നിട്ട് എല്ലാവരും ഉറങ്ങി. ഇപ്പൊ വെച്ചപ്പോ വയറ് എത്ര നേരം. അപ്പൊ ഓരോ ഈത്തപ്പഴത്തെ മുന്നിട്ട് അടക്കോട്ട് ഓരോ ഈത്തപ്പഴത്ത് ഞങ്ങൾ 2 പേരിട്ടു. അങ്ങനെ അതൊക്കെ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ എന്താ വെച്ചാ ഒരു ക്വസ്റ്റ്യൻ ആൻസറും കാര്യങ്ങളും വീഡിയോ കിട്ടുന്നുണ്ട്. അത് ചെയ്യാനൊന്നും നേരം കിട്ടിയില്ല. നമുക്ക് മനസ്സിന് ഒരു സുഖം ഉണ്ടായിരുന്നില്ല. കൃപാസനത്തിൽ പോവാണ്ടും തൊഴാഞ്ഞിട്ടുള്ള ഒരു തൊഴിലൊക്കെയാണ്. അപ്പൊ നമ്മൾ കൃപാസനത്തിൽ പോകണമെന്നേക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സം കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു 5 മണിക്കൂർ യാത്രയുണ്ട്. അപ്പൊ കുഴപ്പമില്ലാത്തൊരു ലോങ് യാത്രയാണ്. അപ്പൊ നമുക്ക് പോകുമ്പോ നമ്മുടെ കയ്യില് കാശും കാര്യങ്ങളും എല്ലാം ഒത്തിരിക്കുമ്പോഴാണ് നമുക്ക് പോകുമ്പോൾ തൊട്ടടുത്തേക്ക് പോണ പോലെ നമുക്ക് ഇത്ര ലോങ് കൊണ്ട് പോകാം. വണ്ടിക്കാശ് മാത്രമേ ഉള്ളൂ, ഡീസലിന്റെ കാശ് മാത്രം. പിന്നെ വരുമ്പോ ഒരു കാപ്പി ബെന്നും അത്രേ ഉള്ളൂ. വേറൊന്നുമില്ല. പോകുമ്പോഴും 200 രൂപ എല്ലാവരും ചായ. ഞാൻ അതുമില്ല, ഞാൻ ചായ ഇല്ല, ഞാൻ ഒന്നുമില്ല. പോകുമ്പോ ഇവിടുന്ന് പോയി ചേച്ചിയുടെ മോൻ കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അവന് എത്ര മണിക്ക് എത്തണം? 10 മണിയാകുമ്പോഴേക്ക് 7 മണിക്ക് ഇറങ്ങാൻ എല്ലാവരും കുളിയും ചെയ്യുമ്പോ കഴിഞ്ഞപ്പോ 8. അപ്പൊ അവനാണല്ലോ 10 മണി 11 മണി എനിക്ക് എറണാകുളത്താണ്. അപ്പൊ ചായ കുടിക്കാൻ എവിടെ നിർത്തില്ല. അല്ലെങ്കിൽ ഇങ്ങനെ തൃശ്ശൂർ എത്താനുണ്ടെങ്കിൽ 1.5 മണിക്കൂർ പിടിച്ചിട്ടുണ്ട്. എന്നുമില്ലാത്തൊരു ബ്ലോക്ക് ആയി നിന്നില്ല ഫുള്ള്. അപ്പൊ അങ്ങനെ ഒരു വിധത്തിൽ എറണാകുളം എത്തിയിട്ട് അവിടെ നിന്ന് എന്താ പറയണോ പറയാൻ എന്ത് മറന്നു പോട്ടെ. അവന്റെ ഒരു 11 മണി കറക്റ്റ് 11 മണിക്ക് അവൻ എറണാകുളത്ത് ലുല്ലുവിന്റെ മുന്നിൽ അവനെ വണ്ടിയിൽ നിന്ന് ഇറക്കി. അങ്ങനെ എത്തിച്ച അവസാനം ഷെബി പറഞ്ഞു ആരും ഭക്ഷണം കഴിക്കാനും ഇവർക്കൊക്കെ 11 മണിക്ക് അന്നേട്ടൊക്കെ ഛർദ്ദിക്കാനും ഷെബിക്കൊക്കെ ഛർദ്ദിക്കാൻ ചില ദിവസങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. കൂടി ചെപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഓൾറെഡി നേരത്തെ വെച്ച് പല്ലേപ്പ് കൂടെ കഴിഞ്ഞ നമുക്ക് വിശപ്പ് വരും. ഓൾറെഡി അങ്ങനെയാണ്. അപ്പൊ അവനെ അവിടെ ഇറക്കി. പിന്നെ അവിടെ കുറച്ചങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ആലപ്പുഴയുടെ ആ റൂട്ടിലൊന്നും പിന്നെ റോഡ് കുറിച്ചിട്ടൊന്നും കടകളൊന്നും ഇല്ല. അപ്പൊ അങ്ങോട്ട് പോണേക്കാളും മുന്നേ തന്നെ നമ്മുടെ ലക്ഷർ ഹോസ്പിറ്റലൊക്കെ എത്തണോട് കൂടിയിട്ട് ഒരു ചായക്കട കഴിഞ്ഞു. ഒരു ചായക്കട ഉണ്ട്. അപ്പൊ ആ ചായക്കടയിൽ നിർത്തി 2-3 സമൂസ കുണക്കന്നെ ചായ പൊട്ടായി അത്ര ചായ. 2 പാക്കറ്റ് പാലാണ് ഒഴിച്ച് തിളപ്പിക്കുന്നത്. അതിലേക്ക് 2 കപ്പ് വെള്ളം. 1 ലിറ്ററിന്റെ എല്ലാ കപ്പ് അത്രയും വെള്ളം ഒഴിച്ചിട്ട് 2 കപ്പ് വെള്ളം ഒഴിക്കും. എന്നിട്ടൊരു അഹങ്കാരം കാരണം ആ ചായ ഉണ്ടാക്കി തരുന്നു. അല്ലെങ്കിലേ കുറ്റം കേട്ടാ. ഇവരേത് ഹോട്ടലിൽ പോയാലും എവിടെ പോയാലും ഈ പെണ്ണൊരിച്ച് പൊട്ട പറയാനൊപ്പം കുഞ്ഞുവേട്ടനും കുഞ്ഞേട്ടന്റെ സ്വഭാവം പൊട്ടായതുകൊണ്ടല്ലോ കുഞ്ഞേട്ടൻ പൊട്ട പറയുന്നത്. നമ്മളൊരു ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ പൊട്ടയ്ക്ക് പൊട്ടാന്ന് തന്നെ പറയാം. ഞാൻ പറയട്ടെ, എനിക്ക് അനുഭവത്തില് ഇതുപോലെ നമ്മൾ പല റീൽസ് കണ്ട് നല്ല ഫുഡായിട്ട് നമ്മൾ തെരഞ്ഞു പിടിച്ച് 2-3 സ്ഥലത്തേക്ക് പോയിട്ടുള്ളൂ. ഈ 2-3 സ്ഥലത്ത് പോയിട്ട് നമുക്ക് അവിടെ കിട്ടിയത് മോശം ഫുഡാണ്. അപ്പൊ നമ്മളൊരാൾ പ്രൊമോഷൻ ചെയ്യുമ്പോൾ മോശം ആ ഒരു കാര്യത്തിൽ നമ്മുടെ തൃശ്ശൂർ ഉണ്ടപ്പൻ
ഉണ്ടപ്പൻ്റെ ആളെ പേരൊക്കെ അറിയില്ല. ഉണ്ടപ്പം വെച്ചിട്ട് പൊന്നൂസ് ഇങ്ങനെ എന്തൊക്കെ അറിയുന്ന കാണിക്കില്ല. അപ്പൊ ഉണ്ടപ്പം അവര് പറഞ്ഞത് തന്നെയല്ലേ നമ്മൾ വിളിക്കണ. അവര് പറഞ്ഞു അങ്ങനെ എന്താ കേട്ടാ തടി അവരൊക്കെ തടി ഞാൻ ഇട്ടാ ഞാൻ കുണ്ടപ്പത്തിയാണ് ഞാൻ ഇങ്ങനെ ഒരു ഇതിലൊക്കെ ആയിട്ട് ഇങ്ങനെ കേട്ടാ കറക്റ്റ് അവള് ഫുഡ് തിന്നു കഴിഞ്ഞാൽ പൊട്ടാണെങ്കിൽ അവിടെ തിന്ന് നല്ല കാര്യം. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ മറ്റുള്ളവർ കൂടി ചതിക്കരുത്. നമ്മള് പൊട്ട നിന്നിട്ട് അവർ ഫ്രീ ആയിരുന്നു അവിടെ നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അഭിപ്രായം ഇല്ല. ഏതൊരു ഹോട്ടലത് ഞങ്ങളെ 100 പ്രാവശ്യം വിളിക്കണം വായോ വായോ 100. പക്ഷെ നമുക്ക് അവിടെ പ്രാവശ്യം കഴിച്ച പിന്നെ പൊട്ട ഫുഡാ. പിന്നെ നമ്മൾ എന്തൊരു നാട്ടുകാരെ പറ്റിച്ച് പറഞ്ഞു അവിടെ നല്ല ഫുഡാ ഇങ്ങനെ പറയാം. ഞങ്ങളതൊന്നും പറഞ്ഞു ഞങ്ങൾ പോയിട്ടില്ല. നമുക്ക് തിന്നെ വേണ്ടോ നാട്ടുകാരെ പറ്റിക്ക് വേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ചെറിയ കാര്യങ്ങളെ പറയണ്ട് നമ്മളെ എന്തൊക്കെ പലരും പറയണ്ട് നമുക്ക് തലസ്ഥാനത്ത് അല്ലെങ്കിൽ തലപ്പത്തൊന്നും ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം. അതിന്റെ ചോദ്യത്തിലൊക്കെ ഞാൻ എന്തായാലും എടുത്തിട്ടുണ്ടാവും. പറയുമ്പോഴൊക്കെ കാര്യമൊന്നും ഞാൻ ഉള്ളതുപോലെ പറയും. നല്ലതിന് നല്ലത് പറഞ്ഞ പല സ്ഥലത്ത് റോസിന്റെ രൂപത്തിലും ഇല്ല തേന്റെ രൂപത്തിലും ഇല്ല ആരും ഇല്ല എന്താ ചെയ്യാ അതല്ല നമുക്ക് പാവങ്ങളെ. അതല്ല അപ്പൊ നമ്മള് എന്താ പറയാ പറയണത് അങ്ങനെ പറഞ്ഞാല് നാളത്തെ വീട്ടില് ഫുഡ് ചെയ്തിട്ട് നമ്മളൊരാള് സൈഡൊന്നും ഇല്ല കേട്ടോ. എന്താ അങ്ങനെ വെച്ചിട്ടല്ല നമ്മളെ ബോഡി ഷെയിം പരമാവധി നമ്മുടെ ഇപ്പൊ ഇന്നലെ പിന്നാന്ന് ഞാൻ ഇൻസ്റ്റയിലിട്ട ഒരു വീഡിയോക്ക് മുത്തി കാണിച്ചു കൂട്ടിന് കണ്ടില്ലേ. അവളെ അമ്മയുടെ ഏജ് ഉണ്ടല്ലോ അവളെ അമ്മേനെ മുത്തിന്നാണ് വിളിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞോള് 20-22 വയസ്സ് അമ്മ എന്ന് പറഞ്ഞാൽ അത് കുറ്റായിട്ട് വരും. ആ കുട്ടിയുടെ ജന്മം നൽകിയ ആൾക്കാരെന്ന് പറഞ്ഞോളൂ. അല്ല അപ്പൊ ഞാൻ പറയട്ടെ നമുക്ക് വലിയ അതുകൊണ്ടൊന്നല്ല. അപ്പൊ അവള് പറഞ്ഞു ഞാൻ അവള് നോക്കാൻ പറയും ഇൻസ്റ്റയില് എന്റെ ഇഷ്ടത്തിന് ഞാൻ റീൽസ് അവളോട് നിർബന്ധിച്ച് കാണാനൊന്നും ഞാൻ പറയണില്ല. ഞാൻ പിന്നെ കണ്ണേണ്ട ആണുങ്ങളെ കൂടെ ഈ ആളുടെ കൂടെ മറ്റാളുടെ കൂടെ ഒന്നും അറിയാം. ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ എന്നെയാണ് റീൽസ് ചെയ്ത് അതിനവള് മുതുക്കി കാണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു അത് എന്റെ ആഗ്രഹമാണ് അല്ലേ അവളാകുന്നുണ്ട്. പിന്നെ അവൾക്ക് പ്രായമാവില്ലേ അവള് ജനിച്ച അതേ പ്രായത്തിലാണ്. അവള് ഈ ജനിച്ച പ്രായത്തിൽ നിൽക്കാണോ അവളവിടുന്ന് വളരണമൊന്നുമില്ലേ. ഈ വളർച്ച മുതുക്കി കളവിനൊക്കെ കാണുന്നുണ്ട്. നിങ്ങളൊക്കെ ഈ പറഞ്ഞ പ്രായത്തിൽ തന്നെ നിൽക്കുമോ. പിന്നെ തടി കുറഞ്ഞവര് തടി കൂടിയവർ കുറ്റുണ്ട്. ഈ തടി കുറഞ്ഞൊരു തടി കൂടെ ഒരു കുറ്റപ്പെടുത്തലാണ്. ഒരു തെറ്റൊരു മനുഷ്യ ശരീരത്തിൽ ഒരു ഇഞ്ചക്ഷൻ കയറിയാൽ മതി. നമ്മളതിന്റെ സൈഡ് എഫക്റ്റ് നീരൊരു മനസ്സിലായ. അപ്പൊ നമുക്കൊന്നും ഒക്കെ അറിഞ്ഞിരിക്കണമെന്നല്ല ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. മനസ്സിലായോ. ബോഡി ഷെയിം നല്ല നിലയ്ക്ക് ഞങ്ങളുടെ ചാനലിൽ നടക്കണ്ട അല്ലെ. ഞാനത് തന്നെയാ വെയിറ്റ് ചെയ്തിരിക്കുക. എന്തായാലും അവിടെ ഒന്ന് പച്ച പിടിക്കട്ടെ. പച്ച പിടിച്ചാലല്ലേ ഉള്ളൂ. ഇത് വലിയവർക്ക് മാത്രമല്ല സാധാരണക്കാർക്ക് ഈ നിയമം ചെന്ന് കഴിഞ്ഞ് നിയമന്മാർ കിട്ടുമെന്ന് നമുക്കറിയണമല്ലോ. അപ്പൊ അതിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞാൽ ഒരാൾക്കും സെറ്റല്ല. ഒരാളെയും ഒരാളെ നമ്മള് സെറ്റായിട്ട് നിൽക്കില്ല. പക്ഷെ നിയമം എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണം ഗവൺമെന്റ്. അതുകൊണ്ട് ഒരാൾക്ക് ഒരു തരത്തില് മറ്റാൾക്ക് മറ്റേ തരത്തിൽ അത് ചെയ്യണം. അത് ഒരു ചെറ്റത്തരം വിളിച്ചിട്ട് ഒരു പരാതി പറയാൻ പറ്റൂ സാധാരണക്കാർക്ക്. അതാണ് അപ്പൊ അങ്ങനെ അപ്പോ അങ്ങനെ എന്തായാലും കൃപാസനത്തിലൊക്കെ പോയി വീണ്ടും ഉടമ്പടി പുതുക്കി രണ്ടിനും പുതുക്കി. അപ്പൊ അതൊക്കെ ചെയ്യാൻ പറ്റി. നല്ല നിലയ്ക്ക് ഞങ്ങൾക്ക് കുറച്ചു നേരം ഇരുന്ന് നമുക്ക് മാതാവിൻ്റെ അടുത്ത് കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കണ പോലെ സംസാരിച്ച് എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ മാതാവിനോട് പറഞ്ഞു. ഇത്തരം പ്രശ്നങ്ങളുള്ള മാതാവെ എനിക്കൊന്ന് എന്നെ രക്ഷിച്ചു തരണേ മാതാവിനോട് പറഞ്ഞിട്ട്. മാതാവ് എനിക്ക് വിശ്വാസമാണ് മാതാവായിരുന്നു എനിക്കൊരു ഇത് തരുന്ന എനിക്കൊരു വിശ്വാസം. എന്താ വെച്ചാൽ കല്യാണം കാരണം എടുത്തു തുടങ്ങിയപ്പോൾ അതിൻ്റെതായ ടെൻഷനും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ട്. ഞാൻ ബ്രാൻഡേന്ന് ഒന്നും ഫ്രീ ആയിട്ടുണ്ട്. നമ്മള് ഇതേ മാതാവിനോട് പ്രാർത്ഥിച്ചത് മാതാവേ എനിക്ക് കാശ് കുറെ കിട്ടണം എൻ്റെ മോളെ അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞു. മാതാവേ നമ്മുടെ വസ്തു വിറ്റ് തന്നാൽ മതി അത് മാത്രം മാതാവിനോടാണ്. മാതാവ് എൻ്റെ മോളെ കല്യാണമാണ് എനിക്ക് ഒരു ഓർഡർ ഇട്ടടിക്കുന്നത് മറ്റുള്ളവരാരും എന്നെ സഹായിച്ചിട്ട് എൻ്റെ മോളെ കല്യാണം അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞു. ഞാൻ ഒരാളിൽ നിന്ന് ഒരു പോകും പോലും ഞാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് എന്താ കൊടുക്കാൻ പറ്റുന്ന വെച്ചാൽ അത് ദൈവം സ്ഥലം വിറ്റത് ഞാൻ അത്രയും ആഗ്രഹിക്കണം. അത് എന്തൊരു കാര്യമുള്ളൂ. ഞാൻ പോയി കാർത്തൂൻ്റെ പരിപാടി ആകുമ്പോഴും പൊന്നിനോട് എന്താണ് ആരുടെയും വേണ്ട. കാത്തിന് ഒരു ചെയ്യൻ ഒരു അരയ്ക്ക് 2 വാള അല്ല പിന്നെ അമ്മ പറഞ്ഞത് 2 വേണമെങ്കിൽ ഒരു വേണമെങ്കിൽ കഴിച്ചായിരുന്നു കാലമിക്കും. അത് നമുക്ക് കണ്ടോട്ട് കൂടെ ഇങ്ങനെ എടുക്കാം. അപ്പം ഞങ്ങൾക്ക് കുറച്ചേ പറ്റുള്ളൂ. ബാക്കി അവൾ തന്നെയാണ് എല്ലാതും എടുത്തത് അന്ന് ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഞാൻ അവളോട് അതിനായി പറയുന്നത് നമുക്കുള്ളത് നമ്മൾ മക്കളൊന്നുമല്ല അവർ തരുന്നത്. ഞാൻ എന്നോട് പറ്റുന്ന പോലെ ഉള്ള ആരാണ് കല്യാണം വെച്ച് ഞാൻ പിന്നെ സഹായം അവരുടേത് പോലെ തിരിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത്. സത്യം പറഞ്ഞു ഒന്നും ആഗ്രഹിക്കുന്നില്ല. എന്താ വെച്ചാൽ നമുക്ക് ആ സ്ഥലം വിട്ടിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അത് പിന്നെ ഇത് തിരിച്ചു കൊടുക്കാൻ നമ്മൾ വീണ്ടും നടക്കണ്ടേ. ഒരു കാര്യത്തിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു നമുക്ക് കല്യാണം കൂടെ അടിക്കുമ്പോൾ പ്രത്യേകിച്ച് ഏതാണ് പ്രസൻറ്റേഷൻ ഒന്നും വേണ്ട. എന്താ വെച്ചാൽ നമ്മളിത് പിന്നെ ഇതൊരു പണിയായിട്ട് നടക്കണം. മേടിച്ചു അത് നമ്മൾ തിരിച്ചു കൊടുത്തു, അതൊരു പണിയായിട്ട് നടക്കണം. അപ്പോൾ പക്ഷെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സമയത്തൊക്കെ ആർക്കായാലും നമ്മളോട് കഴിവിന് പെരുമാറി ഉണ്ടെങ്കിൽ ഉള്ളവർക്ക് കൊടുക്കാണ്ട് ഇല്ലെങ്കിൽ ഇല്ലാത്ത നിലയ്ക്കാലും ഞാൻ പൊന്നൊക്കിനടുത്ത് പൂവിങ്ങനെ വെച്ച് വരാൻ ഞാനും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങളൊരു കാര്യമുമ്പോൾ ഞാൻ പറയണം, ഞങ്ങൾക്ക് ഒന്നും ആറ്റിനാണ് ഞങ്ങൾ ആകെ ഒരു ദൈവമാതാവിനോട് പ്രാർത്ഥിച്ച് സത്യം ആ സ്ഥാനം ഒന്ന് വിറ്റിട്ടാണ് മാതാവ്, വേറെ ഒന്നും നമുക്ക് വേണ്ട. ആ സ്ഥാനം വിട്ടിട്ട് ഞങ്ങൾ കാര്യങ്ങൾ നോക്കാനായി. അപ്പൊ പൊന്നു പറയണ്ട, അമ്മ വിഷമിക്കണ്ട, ഷെബി പറയണ്ട, അമ്മച്ചൻ വിഷമിക്കണ്ട ഉണ്ണുള്ള ഞാൻ ഉണ്ണുകൾക്കല്ലേ ഞങ്ങൾ ഒന്നേമെന്ന് തുടങ്ങൂലാനായിട്ടാ സമയമുണ്ട്. പിന്നെ അവരെ പഠിപ്പിക്കുക, അവർ പിന്നെ ഗവൺമെന്റ് സ്കൂളെല്ലാം പഠിപ്പിക്കുന്ന ഒരുപാട് കാശൊന്നും നമുക്ക് അവർക്ക് വേണ്ടല്ലോ. ഞങ്ങൾക്ക് കണ്ടാൽ അവരെ കൊണ്ടാക്കി കുളിപ്പിച്ച് അവരെ കാര്യം കൊണ്ട് നിൽക്കല്ലേ. നമ്മളെ എവിടെയെങ്കിലും പോയി പ്രാർത്ഥിക്കുക കാര്യങ്ങൾ അത്ര മാത്രം. നമുക്ക് ഗുളികനും ഇല്ല, മരുന്ന് ഗുളികയൊന്നും നമ്മൾ കഴിക്കാൻ. അല്ല പലവരും അങ്ങനെ ചെയ്യണവരുണ്ട്. അവർക്ക് കൂടോത്തരം ചെയ്യാൻ കൂടും. നമുക്ക് സത്യാണ് പേര് നമ്മൾ ആകൊന്ന് മാതാവിൻ്റെ അടുത്ത് വിട്ട് നമ്മൾ ഇതാ പ്രാർത്ഥിക്കും. വിഷ്ണുവിൻ്റെ അടുത്ത് വരും. ഇത് തന്നെയാണ് വിഷ്ണുവിൻ്റെ അടുത്ത് ആദ്യത്തെ പ്രാർത്ഥന. ഇതൊന്നുമല്ല, അഞ്ചേട്ടനും എൻ്റെ മക്കൾക്കും മരുമക്കൾക്കും പേരക്കുട്ടിക്കും ആയുസിന് ഒറ്റ ആപത്തും ഇല്ലാണ്ട് ദീർഘായുസ് കിട്ടണേ, അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് വീട്ടിൽ മനസ്സമാധാനം സന്തോഷത്തോടുള്ളൊരു ജീവിതം വേണേ, ജീവിതത്തിൽ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പോണേ. ഇത് മാത്രമാണ് ദൈവത്തിനോട് പ്രാർത്ഥിക്കാറ്. മനസ്സിലായി? അങ്ങനെയല്ല, എന്നാലും ദൈവത്തിനോട് നമുക്ക് വ്യക്തമായിട്ട് പറയണ്ടേ ദൈവത്തിനോട് എനിക്ക് ഇവരൊക്കെ വേണ്ടത്. ഇവരെന്നല്ല ആർക്കും അസുഖവും കേൾക്കുന്നില്ലാണ്. പക്ഷെ നമ്മൾ ആദ്യം ദൈവത്തിനടുത്ത് 2 കൈ കൂപ്പി കഴിഞ്ഞാൽ നമുക്ക് കോടീശ്വരന്മാരാണ് ദൈവമേ 2 നില വീട് വെക്കണം ഒന്നുമല്ല. ആകെ മാതാവിനോടായാലും വിഷ്ണുവാട് അമ്പലത്തിലും കുര്യാനപ്പൻ്റെ അടുത്ത് ആരുടെ അടുത്ത് പോയി ഇതാണ് ഇത് പ്രാർത്ഥിച്ചിരിക്കാൻ നമുക്ക്. അല്ലാതെ പിന്നെ നീ പ്രാർത്ഥിക്കുമ്പോൾ സത്യം ചിലത് ഞാൻ പ്രാർത്ഥിക്കട്ടോ, ദൈവം ഈ കടങ്ങളൊക്കെ ഒന്ന് വീട്ടിൽ വെച്ചിട്ട് മനസ്സമാധാനമായിട്ടൊന്ന് ജീവിക്കണം. അപ്പം ഞാൻ തിരിച്ചു വേണ്ട, കടകളല്ല അതൊന്നോട്ടെ, അസുഖങ്ങളില്ലാതെ മതി. അസുഖങ്ങളും ആപത്തുകളും ഒന്നും ഇല്ലാണ്ട് എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ജീവിച്ചാൽ മതി. പേടി നമുക്ക് ആഗ്രഹിക്കാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അപ്പുറത്ത് വേറെ ജീവിതത്തിൽ എന്തുണ്ടാവും എന്നുള്ള പേടിയാണ്. അപ്പം അതിന് നല്ലത് ദീർഘായുസ് ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, നമ്മൾ സാമർത്ഥ്യത്തോടുകൂടി ജീവിക്കും. അങ്ങനെ അപ്പോൾ എന്താ പറയാ, നീ പറയണ്ട എന്താ പറയാ, നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ നമ്മളെ കുറ്റം ചുമ്പൊന്നും പറയില്ല. ഇത് എന്തോ ഒരു ആലോചനയിലാണ്, വേറെ ഒന്നല്ല. ഉറക്കൊന്നും ഇല്ലാണ്ടായിട്ട് കുറച്ച് ആളായിട്ട് ഇന്ന് പൊന്നിന്റെ അവിടെ നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റിയില്ലേ. എന്തായാലും കുളിക്കണമെന്നില്ലേ, അല്ലെന്ന് വന്നിട്ട് സമാധാനമായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റും. എനിക്ക് എന്നിട്ട് സമാധാനമായിട്ട് ഒന്ന് ഉറങ്ങാൻ പറ്റും. നമ്മുടെ വീട്ടിലാകുമ്പോൾ 100,000 കാര്യങ്ങളും പ്രശ്നങ്ങളും കാരണം നമുക്ക് അവിടെ നിൽക്കുമ്പോൾ പല ആലോചനകളും എന്നെ ഉറക്കണ്ടത്. ഇപ്പൊ മുന്നോട്ട് അവിടെ വന്നു ഇനിയിപ്പോൾ ഉറങ്ങാൻ മുന്നോട്ടൊരു വേണ്ടി വരുമോന്ന് വെച്ചാൽ അറിയില്ല. വേറെ ഒന്നും വേണം, നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടിയ പറ്റുന്ന ടെൻഷനും കാര്യമൊന്നും ഇല്ലാണ്ട് കുറേ നാൾക്ക് ശേഷം ഞങ്ങൾക്കൊന്ന് ഉറങ്ങാൻ പറ്റും. അതന്നെ വലിയ ഭാഗ്യം. അപ്പോൾ എന്താ പേര് പറയണ ഇത്രയൊക്കെ തന്നെ ഉള്ളു. പിന്നെ ക്രിസ്ത്യൻസിനും കാര്യം ആയോ പൂത്തിരിയേടി ഒരു പൂത്തിരിക്കുന്നുണ്ട് ആ ഫോണിന്റെ അമ്മമ്മ അവിടെ ഉറക്കത്തിലൊന്നുമില്ല. ഇല്ലില്ല അമ്മമ്മയുടെ കുട്ടി പറയാ വായോ 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 കാത്തോ എന്റെ നമ്മുടെ കാത്തു ഒരു കാര്യം ചെരുപ്പിട്ടിട്ട് കുട്ടി പറഞ്ഞു അപ്പൊ അങ്ങനെ. അപ്പൊ എന്തായാലും ക്വസ്റ്റ്യൻസിന് കാരണം വീഡിയോ ഒക്കെ നമ്മുടെ ബേക്കറി വരുന്നതാണ്. അതിടാൻ നമുക്ക് നേരിട്ട് അതിങ്ങനെ തിക്ക് തേക്കിലെടുത്ത് ഇടാൻ പറ്റുന്നൊരു വീഡിയോ അല്ല കേട്ടോ. പിന്നെ ഇന്നത്തെ പൊതിച്ചോറിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ എന്തിനാന്ന് പറയുന്നത് പൊതിച്ചോറിനാണ്. അപ്പൊ നമ്മൾക്ക് ഇതേപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുമല്ലേ, അതുകൊണ്ടാണ് അത് ഉണ്ടാക്കിയാട്ടേന്ന് കേട്ടോ.
തിന്നവർക്ക് അറിയുള്ളൂ. പക്ഷെ അതിന്റെ സ്മെല്ലടിച്ച് എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങളാണ് മുതിരപ്പേരി, ചമ്മന്തി, മൊട്ടോംപ്ലേറ്റ്, അച്ചാറ്, മീൻകറി, മീൻ വറുത്തത്. ഒരു വട വെള്ളം അത് ഏറ്റവും കൂടുതൽ ആരോ കഴിച്ചു തരോ അവര് അച്ഛനൊറ്റ പൊതിയിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യാറ് പതിവ്. അല്ലെങ്കിൽ ഓരോ പൊതിയുന്നതിനായിട്ട് ഞാനും കൊടുക്കണ കഴിക്കാറ്. പക്ഷെ എല്ലാവരും ഒറ്റ പൊതിഞ്ഞ നമ്മളെപ്പോഴാ കഴിച്ചു? എല്ലാ പ്രാവശ്യം മാത്രം ചോറ് ഞാൻ ആക്കിയിട്ടുണ്ട്. ആ കുഞ്ഞു കഴിച്ചില്ല, കുഞ്ഞു കുറച്ച് കിട്ടുള്ളൂ. ഒരു കാപ്പി ഒരു കുഞ്ഞ വട്ടയപ്പ അത് കഴിച്ചിട്ട് പിന്നെ 5 മണിക്ക് പിന്നെ ഇവര് ചോറുണ്ട്. ഞാൻ ചെന്നൈയില് നൈറ്റ് ഓട്സ് ആണ് ഇവര് ചാവടിക്കും ഞാൻ കഴിച്ചത്. പിന്നെ 1 മണിയാകുമ്പോ വിശന്നു വലഞ്ഞു. അപ്പൊ ഞാൻ വന്ന് നിങ്ങൾ ആരും കഴിക്കില്ല കൊടുക്കണോടിക്ക് ചോറ് ഇടുന്നു. അപ്പൊ അവർക്ക് പൊതിച്ചോറിനെ കൊടുത്ത് അവരുണ്ടു. ഞാൻ സുഖമായിട്ട് ചപ്പാത്തി ഉണ്ടാക്കി പിടിച്ചിട്ടുണ്ട്. ആ ചപ്പാത്തി കറി കൂട്ടിയിട്ട് ഞാൻ കഴിച്ചു. പിന്നെ രാത്രി കഴിക്കണം വിശപ്പെന്ന്. നിങ്ങളിപ്പോ ചാവക്കാട് പോയിട്ട് മീൻ മേടിക്കുമ്പോ നിങ്ങൾക്ക് ഫ്രഷ് മീൻ കിട്ടുന്നുണ്ട്. ഇപ്പൊ അങ്ങനെ എപ്പോഴെങ്കിലും ഒരിക്കൽ ചാവക്കാട് പോയിട്ട് കുറച്ച് മീൻ ഫ്രിഡ്ജിൽ വെക്കണം. പക്ഷെ അവിടുത്തെ മീൻ ഫ്രിഡ്ജിൽ വെച്ചാൽ കുഴപ്പമില്ല. എന്താ വെച്ചാൽ നമ്മൾ ഈ മരുന്നിട്ടിട്ട് മാസങ്ങളോളം കഴിഞ്ഞ് വരുന്നേക്കാളും ഭേദമാണല്ലോ. നമ്മൾ മേടിച്ചോടനെ കുറിച്ച് ഓരോ പാത്രങ്ങളാക്കി ഫ്രീസറിൽ വയ്ക്കും. ടേസ്റ്റ് വെച്ചിട്ട് ചെമ്മീനല്ല അത് കൊഞ്ചെന്ന് പറയാം. ഇത്രേശുണ്ട് അത്ര ഒന്നല്ല ഇത്രേശ്. നീ വറുത്തിട്ടല്ലേ കണ്ടല്ലോ. അതിന്റെ തലേന്ന് ഇത്രക്കുണ്ട്. അത് വലിയ കൊഞ്ചായിരുന്നു കേട്ടോ. അതും നല്ല ലാഭത്തിൽ കിട്ടും. മാന്തൽ ഇരിക്കുന്നുണ്ട്, മത്തി ഇരിക്കുന്നുണ്ട്. അത് എനിക്ക് അത്ര നന്നാവും തോന്നുന്നു. അയിലപ്പാരയാ അത് അധികം ടേസ്റ്റ് ഇല്ലാത്ത മീനാ. പക്ഷെ ഇവര് ഇന്നലെ എന്താ മേടിച്ചെന്ന് എനിക്കറിയില്ല. വലിയ കണ്ണുകളൊന്നും വരില്ല. അതിനെ എനിക്ക് മനസ്സിലായി. അതിന്റെ അന്നത്തെ മീൻകാരന്റെ ടേസ്റ്റ് ആണ് മേടിച്ചിരുന്നത്. അതല്ല അയിലപ്പാരുടെ വലിയ കണ്ണായിരുന്നു. ഇതിന്റെ പോലെ ഇത് ചെറിയ ശബ്ദം അവനല്ലാത്തപ്പോ വലിയ തലയും വലിയ കണ്ണായിന്റെ മീന്. അത് നല്ല മീനാണ് കറി വെച്ചത്. അതാണ് അത് വെച്ചിട്ട് എന്നോട് മേടിച്ചത് എനിക്ക് തോന്നി. പക്ഷെ കുഴപ്പമില്ല. അതിന് വറുത്തവരൊക്കെ കഴിച്ചോളൂല്ലോ. എനിക്ക് മിളകിച്ച നല്ല രസം ഉണ്ടായിരുന്നല്ലേ ആ ഷാപ്പിലെ മീൻകാർ പോലെ വെച്ചിട്ട്. അത് ചെമ്മീനേ ഇനി അടുത്ത പ്രാവശ്യം ചാവക്കാട് മേടിക്കാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാണ്. ഇനി ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല. അപ്പൊ എല്ലാരും പറയണ്ട് എന്നേട്ടാ ഇവര് ഹോട്ടലിൽ കയറേണ്ട ഒരു ഫുഡ് കഴിക്കണമൊക്കെ ഉണ്ട്. ഇത്ര ആകെ ഒരു ഷവായ കഴിക്കുന്നുണ്ട്. ഞാൻ എന്താ പ്രാവശ്യം പോയിട്ട് ചക്കരോട് ഇതിന് ഓയില് കുറെ കൂടുണ്ട്. ആകെ ഷവായ ചിക്കൻ ചുട്ട് കിട്ടുന്നതല്ല. അതുകൊണ്ട് കഴിക്കാറുണ്ട്. ഇല്ലേച്ചായാലും ഞങ്ങൾ അധികം ഓയിൽ ചിക്കൻ നിന്ന് ഓയിലുള്ളതൊക്കെ ഇതായപ്പോൾ ചുട്ട് വരുന്നതല്ല. അതാണ് അതൊന്ന് ഹോട്ടലുകാരെ കഴിക്കാൻ. കാരണം ഇവർക്ക് അത് അധികം വലിയ ഇഷ്ടം അതൊന്നല്ല. വേറെ എന്തെങ്കിലും മാറ്റി ഫുഡ് കഴിക്കാന്ന് വെച്ചാൽ ഇവർക്ക് പറ്റുന്നത് എന്താ വെച്ചാൽ എനിക്ക് അത് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കയറാനും കൂടുതൽ ആ ഒരു ഹോട്ടലിലേക്ക് കയറാം. അവിടുത്തെ ആ ഷവായി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഷവായി ഞങ്ങൾക്ക് വേറെ ഇവിടുത്തെ ഇഷ്ടമില്ല. പക്ഷെ അവിടുത്തെ ഇഷ്ടമാണ്. 3 ദിവസത്തെ കഴിച്ചുള്ള പണ്ട് തൊട്ടിട്ട് ഇപ്പം ഇവിടുത്തെ നല്ല ഷവായി. അപ്പോൾ അത് മാത്രമാണ് കയറി കഴിക്കുന്നത്. ഇന്നിപ്പോൾ മാംഗോ ബേക്കറിയായിട്ട് കട്ട്ലൈറ്റ് ഉണ്ട്, ചിക്കൻ റോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു, സാൻഡ്വിച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ മേടിച്ചു? പിന്നെ പപ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. റൊമാൻ റൊട്ടിയുടെ റോള് അതിനായിട്ട് കടിച്ച് റൊട്ടി കടിക്കില്ല അതിന്റെ മണം എടുത്ത് ഇതൊക്കെ വരുന്നു. ബാക്കിയുള്ള ഒരു വിത്തൗട്ട് കാപ്പി ഒരു ബെന്ന് മുക്കി വെച്ചിട്ട് പോകുന്നു. അപ്പൊ ഇതാണ് ആരെന്ത് വേണം. പിന്നെ ചില നേരത്ത് നമുക്ക് തിന്നാൻ തോന്നി. ഞാൻ ആ ഒരു മനസ്സോടെ നടക്കാനായിട്ട് ഇവർ തരുന്ന ഇപ്പൊ വേണ്ട, ഇപ്പൊ എനിക്ക് വേണ്ടെന്ന് പറയാൻ പറ്റില്ല. അതല്ല എനിക്ക് കഴിക്കണം എന്നാഗ്രഹം ഞാൻ കഴിക്കുന്ന വെച്ചാൽ മനുഷ്യായുസല്ലേ. ജീവിച്ചിരിക്കുമ്പോഴല്ലേ കഴിക്കണം. ചത്തുപോയതൊക്കെ ആരാ കഴിക്കുക? അപ്പൊ ചിലപ്പോ കഴിക്കാനൊന്നും കഴിക്കും. നമ്മൾ വീഡിയോ ഇത്രയുള്ളൂ. പോട്ടെ.